അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ അറബി നാട്ടിൽ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഫെബ്രുവരി 14-ാം തീയതി പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാനമായ അബുദാബിയിൽ ഒരുങ്ങുന്ന ബാബ് സ്വാമിനാരായൺ അക്ഷർധാം ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിലാകും നിർവഹിക്കുക. ഫെബ്രുവരി 18 മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. മിഡിൽ ഈസ്റ്റിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം കൂടിയാണ് ബാബ്സ് ഹിന്ദു മന്ദിർ. ദുബായ് അബുദാബി ഷെയ്ഖ് സയ്യിദ് ഹൈവേയിൽ അൽ രഹബ നഗരത്തിന് സമീപം അബു മുറൈഗാഹിൽ 400 ദശലക്ഷം ദിർഹം, അതായത് 700 കോടി രൂപ ചെലവിട്ട് 27 ഏക്കർ സ്ഥലത്ത് 108 അടി ഉയരത്തിൽ 262 അടി നീളത്തിൽ 180 അടി വീതിയിൽ ആണ് ബാബ്സ് ഹിന്ദു മന്ദിർ പടുത്തുയർത്തിയിരിക്കുന്നത്. UAE-യിലെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിച്ച് 7 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഇവയിൽ അക്ഷർ പുരുഷോത്തം, മഹാരാജ്, പരമശിവൻ, ശ്രീകൃഷ്ണൻ, രാമൻ, അയ്യപ്പൻ, ജഗന്നാഥ്, വെങ്കടേശ്വരൻ തുടങ്ങിയ 7 പ്രതിഷ്ഠകൾ കൊണ്ട് ക്ഷേത്ര ശിഖരങ്ങളും അലങ്കരിച്ചിരിക്കുന്നു. രാമായണം, മഹാഭാരതം, ഭാഗവതം, ശിവപുരാണം എന്നിവയെ അടിസ്ഥാനമാക്കിയ 7 ആരാധനാലയങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും പിങ്ക് മണൽക്കല്ലുകളിലും മാർബിളിലും കൊത്തിയെടുത്ത 402 മാർബിൾ തൂണുകളിലാണ് ക്ഷേത്ര സമുച്ചയം നിൽക്കുന്നത്. 2000-ലധികം കരകൗശല വിദഗ്ധർ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചന്ദ്രന്റെയും മഹാന്മാരായ സംഗീതജ്ഞരുടെയും രൂപങ്ങൾ കൊത്തി ഈ തൂണുകൾ അലങ്കരിച്ചിരിക്കുന്നു. ശില്പങ്ങളിൽ പലതും ഇന്ത്യയിൽ പണി പൂർത്തിയാക്കി അബുദാബിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ക്ഷേത്ര ചുമരുകളിൽ പുരാണ സംഭവങ്ങളുടെ ജീവൻ തുടിക്കുന്ന മനോഹരമായ ആവിഷ്കരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ ഓർമ്മിപ്പിക്കുന്ന ക്ഷേത്രത്തിലെ കൃത്രിമ വെള്ളച്ചാട്ടം പ്രധാന ആകർഷണീയതയാണ്. അതോടൊപ്പം ഭൂമി, ജലം, തീ, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെ അവതരിപ്പിക്കുന്ന ഡാം ഓഫ് ഹാർമണിയും സന്ദർശകരെ ആകർഷിക്കും. RSP ആർക്കിടെക്ട്സ്, പ്ലാനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ക്യാപിറ്റൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റും ചേർന്നാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആരാധനാലയം എന്നതിന് പുറമെ ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലാണ് ബാബ്സ് ഹിന്ദു മന്ദിർ ഒരുങ്ങുന്നത്. സന്ദർശക കേന്ദ്രം, പ്രാർത്ഥനാ ഹാളുകൾ, എക്സിബിഷനുകൾ, പഠന കേന്ദ്രങ്ങൾ, കുട്ടികൾക്കുള്ള സ്പോർട്സ് ഏരിയ, തീമാറ്റിക് ഗാർഡനുകൾ, വാട്ടർ ഫീച്ചറുകൾ, ഫുഡ് കോർട്ട്, പുസ്തകങ്ങൾ, സമ്മാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ക്ഷേത്രം UAE-യിലെ മുഖ്യ ആകർഷണ കേന്ദ്രമായി മാറുകയാണ്. ക്ഷേത്രത്തിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട്. ഒരേ സമയം 800 മുതൽ 10,000 വരെ സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയും. ഓൺലൈനായി സന്ദർശന സമയം ബുക്ക് ചെയ്യുവാനും സാധിക്കും. ദർശനം പൂർത്തിയാക്കി എത്തുന്നവർക്ക് ഗംഗാതീരത്തിരിക്കുന്ന പ്രതീതി ഉളവാക്കുന്ന തരത്തിൽ മണൽത്തിട്ടകളും നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി നടത്തിയ ആദ്യ സന്ദർശനത്തിൽ തന്നെ അബുദാബി കിരീടാവകാശിയായിരുന്ന ഇന്നത്തെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ക്ഷേത്രം പണിയുന്നതിന് സ്ഥലം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 1997-ൽ UAE സന്ദർശിച്ച ബാബ്സ് ആത്മീയ സംഘത്തിന്റെ ആചാര്യൻ ഗുരുപ്രമുഖ് സ്വാമി മഹാരാജ് UAE-യിലൊരു ക്ഷേത്രം എന്ന സ്വപ്നം പങ്കുവച്ചിരുന്നു. സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ആത്മീയ ഐക്യത്തിന്റെ പ്രതീകമായി മാറുന്ന സ്ഥാപനമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. 25 വർഷങ്ങൾക്ക് ശേഷം അത് യാഥാർത്ഥ്യമാകുമ്പോൾ UAE ഭരണകൂടത്തിന്റെ മാറുന്ന സമീപനങ്ങൾ കൂടിയാണ് വെളിവാകുന്നത്. 2018-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ പ്ലാൻ പ്രകാശനം ചെയ്തതിന് പിന്നാലെ ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ സന്ദർശിച്ചിരുന്നു. 2019-ൽ ക്ഷേത്ര ശിലാസ്ഥാപനം നടന്നു. സഞ്ജയ് ദത്ത്, അക്ഷയ് കുമാർ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളടക്കം വിവിധ രാജ്യക്കാരും മതവിശ്വാസികളുമായ 50,000-ലധികം പേർ ക്ഷേത്രത്തിൽ ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട്. അറേബ്യൻ സംസ്കാരം കൂടാതെ ചൈനീസ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ അടയാളങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ക്ഷേത്രം വസുധൈവ കുടുംബകം എന്ന ലോകത്തെ ഒരു കുടുംബമായി സങ്കല്പിക്കുന്ന ഭാരതീയ ദർശനത്തിന്റെ സ്മാരകം കൂടിയാവുകയാണ്.